എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ നമ്മൾ ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന ദിശ, അതായത് തലവെച്ച് ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ദിശ, അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് കിഴക്ക് ദിശയിൽ തലവെച്ചിറങ്ങാനുണ്ടാകുന്ന ഗുണം, പടിഞ്ഞാറ് ദിശയിൽ തലവെച്ചിറങ്ങാനുണ്ടാകുന്ന ദോഷം, തെക്ക് ദിശയിൽ തലവെച്ചിറങ്ങാനുണ്ടാകുന്ന ഗുണം, വടക്ക് ദിശയിൽ തലവെച്ചിറങ്ങിയാലുള്ള ദോഷം, ഇവയെപ്പറ്റിയാണ് ഈ അധ്യായത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ അധ്യായം ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ഹിന്ദു ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്ര രഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. വാസ്തുശാസ്ത്രത്തിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ കിടപ്പിൻ്റെ നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട്. കേരളത്തിൽ ഇതിന് ഒരു പഴഞ്ചൊല്ല് കൂടിയുണ്ട്. അതിങ്ങനെയാണ്: ആവാം തെക്കോട്ട്, അരുതേ പടിഞ്ഞാട്ട്, വർജ്യം വടക്കോട്ട്, ഉത്തമം കിഴക്കോട്ട്. ഇങ്ങനൊരു ചൊല്ലുണ്ട് കേരളത്തിൽ. എന്തുകൊണ്ടാണ് വാസ്തുശാസ്ത്രത്തിൽ പടിഞ്ഞാറ് ദിശയിൽ തലവെക്കരുതെന്നും വടക്ക് ദിശയിൽ തലവെക്കരുതെന്നും പറയുന്നതിൻ്റെ കാരണമാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. ഇത് രണ്ട് ശരീര വ്യവസ്ഥകളെ ആധാരമാക്കിയാണ് പറയുന്നത്. ഒന്ന് കുണ്ടലിനി ചക്രത്തെ ആധാരമാക്കിയും മറ്റൊന്ന് നാഡീവ്യവസ്ഥയുടെ ആധാരമാക്കിയുമാണ് ഈ കിടപ്പിൻ്റെ നിയമങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. നാഡീവ്യവസ്ഥയെപ്പറ്റി ആദ്യം പറയാം. നാഡീവ്യവസ്ഥയിൽ മനുഷ്യ ശരീരത്തിൽ വലതുവശം സൂര്യനാഡിയും ഇടതുവശം ചന്ദ്രനാഡിയുമാണുള്ളത്. ചന്ദ്രനാഡിയെ ഇടനാഡിയെന്നും സൂര്യനാഡിയെ പിംഗളനാഡിയെന്നും അറിയപ്പെടുന്നു. പിംഗളനാഡിക്ക് തീയുടെ തത്വമാണ്, ചന്ദ്രനാഡിക്ക് ജലത്തിന്റെ തത്വമാണ്. ഇനി നമ്മൾ പടിഞ്ഞാറ് ദിശയിലാക്കിയാണ് തലവെച്ച് കിടക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ വലതുവശം തീയുടെ ഭാഗത്തേക്ക് പോവുകയും, അതായത് സൂര്യനാഡി തീയുടെ ഭാഗത്തേക്ക് പോവുകയും ചന്ദ്രനാഡി ജലത്തിന്റെ തത്വമായ വടക്ക് ദിശയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന പ്രതിഫലനം കാരണം നമുക്ക് ആലസ്യം, ഉറക്കമില്ലായ്മ ഇവയെല്ലാം സംഭവിക്കുന്നു. ഇതാണ് വാസ്തുശാസ്ത്രത്തിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് തലവെക്കരുതെന്ന് പറയുന്നതിന് കാരണം. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ നോക്കാം. മനുഷ്യ ശരീരത്തിലെ തലയെ ഉത്തര ധ്രുവമായും കാലിനെ ദക്ഷിണ ധ്രുവമായും കണക്കാക്കുന്നു. ഉത്തര ധ്രുവത്തിലേക്ക് തലവെച്ച് കഴിഞ്ഞാൽ, അതായത് വടക്ക് ദിശയിലേക്ക് തലവെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വികർഷണം, അതായത് ഉത്തരവും ചേർന്നുണ്ടാകുന്ന വികർഷണം മൂലം നമ്മുടെ ചക്രങ്ങളുടെ അലൈൻമെന്റ്, ശരീരത്തിലെ ചക്രങ്ങളുടെ അലൈൻമെന്റ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വാസ്തുശാസ്ത്രത്തിലെ കുണ്ടലിനി ചക്രയെ വ്യവസ്ഥപ്പെടുത്തുന്നതിനെ പറ്റി ഞാൻ പല അധ്യായങ്ങളിൽ പറഞ്ഞു തരാം. ചക്രങ്ങളുടെ ആ അലൈൻമെന്റ് ഡിസ്റ്റർബൻസ് ആകുന്നു. ഇത് കാരണം ഉണ്ടാകുന്ന ഉറക്കക്കുറവുകൾ, ഉയർന്ന രക്തസമ്മർദ്ദം ഇവയെല്ലാം അവിടെ ഉണ്ടാകുന്നത്. ഇത് കാരണമാണ് വാസ്തുശാസ്ത്രത്തിൽ വടക്ക് ദിശയിലേക്ക് തലവെക്കരുതെന്ന് പറയുന്ന പ്രധാന കാരണം. ഞാൻ വളരെ ചുരുക്കത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ഓരോ ദിശയിലും തലവെച്ചുറങ്ങിയാലുണ്ടാകുന്ന ഗുണദോഷങ്ങളെ പറ്റി പറയാൻ പോവുകയാണ്. ആദ്യമായി കിഴക്ക് ദിശ പറയാം. കിഴക്ക് ദിശയിൽ തലവെച്ചുറങ്ങുകയാണെങ്കിൽ നമ്മുടെ നാഡീ നരമ്പുകൾ സന്തുലനാവസ്ഥ പ്രാപിക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാവുകയും ചെയ്യുന്നു. അടുത്തതായി പടിഞ്ഞാറ് ദിശ. പടിഞ്ഞാറ് ദിശയിൽ തലവെക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം മതിയാകാതെ വരികയും ആലസ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായി തെക്ക് ദിശ. തെക്ക് ദിശയിൽ തലവെച്ചുറങ്ങുമ്പോൾ കുണ്ടലിനി ചക്രങ്ങൾ സന്തുലനത പ്രാപിക്കുകയും അവയുടെ പ്രവർത്തനം കാര്യക്ഷമമാവുകയും ചെയ്യുന്നു, തെക്ക് ദിശയിൽ തലവെച്ചിറങ്ങിയാൽ. അതുപോലെ വടക്ക് ദിശയിൽ തലവെച്ചുറങ്ങിയാലുണ്ടാകുന്ന ദോഷത്തെപ്പറ്റി പറയാം. വടക്ക് ദിശയിൽ തലവെച്ചുറങ്ങുകയാണെങ്കിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം, രക്തസമ്മർദ്ദം ഉണ്ടാകും, ജീവകോശങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് വടക്ക് ദിശയിൽ തലവെച്ചിറങ്ങിയാണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ. ഈ കിടപ്പിന്റെ നിയമത്തെ മനസ്സിലാക്കി തരുവാനായി ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞു തരാം. പണ്ട് ഒരു മഹേന്ദ്രയുടെ ജീപ്പ് ഉണ്ടായിരുന്നു. ഫ്രണ്ട് സൈഡിൽ ഡ്രൈവറിന്റെ കൂടെ ഇരിക്കുന്ന ഒരു സീറ്റ്, ബാക്ക് സൈഡിൽ രണ്ട് സൈഡിൽ സീറ്റ് ഉണ്ടായിരുന്ന ഒരു ജീപ്പ് ഉണ്ടായിരിക്കും. നിങ്ങളത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം പെട്ടെന്ന് മനസ്സിലാകും. സൈഡിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന വിഷമതകളും ഫ്രണ്ട് സൈഡിൽ എത്ര കുണ്ടും കുഴി ഉണ്ടായാലും ഡ്രൈവറിനോടൊപ്പം ഇരിക്കുന്നവർക്ക് നല്ല സുഖമായിട്ട് അവർ പോകുന്നുണ്ട്. പിന്നിലിരിക്കുന്നവർക്ക് എപ്പോഴും കഴുത്ത് വേദന, നടുവേദന ഇതെല്ലാം ഉണ്ടാകുന്നു.
പക്ഷെ അവർക്ക് പ്രശ്നങ്ങൾ വേറെ ഒന്നും ഉണ്ടാവില്ല. അവരെന്താ വിചാരിക്കുന്നത് വെച്ചാൽ വേഗം സ്ഥലത്തെത്തിയാൽ മതി എന്നൊരു തോന്നലുണ്ടാവും. അതുപോലെ തന്നെയാണ് ദീർഘയാത്രയിൽ പോകുന്ന ട്രെയിനിലിരിക്കുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ട്രെയിൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരിക്കുമ്പോഴും അവർക്കും ഇതേപോലത്തെ ഒരു വിമിഷ്ടം ഉണ്ടാകും. ഇത് തന്നെയാണ് വാസ്തുശാസ്ത്രത്തിലും കിടപ്പിൻ്റെ നിയമങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ദയവായി ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.